എന്താ കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകാരെ, ഇവിടുത്തെ ബില്ല് നമുക്കുണ്ട്. അപ്പനില്ലാണ്ടപ്പോ എങ്ങനെയാ പിള്ളേരുണ്ടായ രണ്ടമ്മമാരോ? അല്ലടാ, പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കൊരു പൊറോട്ട മേടിച്ചു തന്നിട്ടുണ്ട്. വിഷമം ഡെങ്കിപ്പനി ആണോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞോനും കുഞ്ഞിപ്പണി രണ്ടുപേർക്കും ടെസ്റ്റ് ഉണ്ട്. ഇത്രയും കലിയുള്ള ഒരു സംഭവം വേറെ ഇല്ലാട്ടോ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ല, നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി. പക്ഷേ നമ്മുടെ കുഞ്ഞിപ്പണിന് ഒരു പനിയൊക്കെ പിടിച്ച് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ രാത്രി ആണെങ്കിലും മരുന്നൊന്നും കഴിച്ചിട്ട് കുറഞ്ഞിട്ടില്ല. പൊന്നൂനും പനി പിടിച്ചു. അപ്പോൾ വീണ്ടും പൊന്നൂനെ കുഞ്ഞിപ്പണിനെ കൊണ്ട് ആശുപത്രി പോകണം കേട്ടോ. കുഞ്ഞിപ്പണി നല്ല ചൂടാണ്, ഏകദേശം 103-104 ഡിഗ്രി ചൂട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബത്തേരി ഹോസ്പിറ്റലിലേക്ക് പോവുക. നേരത്തെ കണ്ട ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുക. പോയിട്ട് കുഞ്ഞിപ്പണിനെ കാണിക്കണം, പൊന്നൂനെ കാണിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി രാത്രികൊണ്ട് നമ്മൾ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ വണ്ടി പണിക്ക് കയറ്റിയ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് നമ്മുടെ വണ്ടി എന്ന് പണിക്ക് കയറ്റിയാലും അന്ന് എന്തെങ്കിലും നമുക്ക് വണ്ടിക്ക് ആവശ്യമില്ല അല്ലേ. നമ്മുടെ വണ്ടി എന്ന് പണിക്ക് കയറ്റുന്നു അന്ന് കുഞ്ഞിപ്പെണ്ണ് വയ്യാണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഇതിന് മുന്നേ നമ്മുടെ വണ്ടി ഒരു വട്ടം വർക്ക്ഷോപ്പിൽ കയറ്റി. ഇപ്പോൾ അന്ന് തന്നെ കുഞ്ഞിപ്പെണ്ണ് പനിയും പിടിച്ച് പിന്നെ നമുക്ക് പോകാൻ വണ്ടി ഇല്ലാണ്ടായി ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ നമ്മൾ ബത്തേരി ആട്ടോ, ഏകദേശം 25 കിലോമീറ്റർ കാടൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറയാണ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നല്ല ഹോസ്പിറ്റലുണ്ട് നമ്മുടെ ഇവിടെ പുൽപ്പള്ളി, നമ്മുടെ ഇവിടുത്തെ ടൗണിലാണ് നല്ല ഹോസ്പിറ്റലൊന്നും ഇല്ല. എങ്ങനെയൊക്കെ വന്നാലും ഇവിടെ പിന്നെ കാണിക്കും. പിന്നെ ഏറ്റവും അവസാനം അവിടെ തന്നെ കൊണ്ടുപോയി വരും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ ബത്തേരി ഹോസ്പിറ്റലിൽ കാണിക്കുവാണെങ്കിൽ ബെറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ കാണിക്കാറ് കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കുക. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി കിട്ടോ. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കിടത്തിയേക്കുവാണേ. അയ്യോടെ പാവം. ഉറങ്ങാണ്ടിരുന്നിട്ടേ പെട്ടെന്ന് കഫം കേറി. നമ്മളുണ്ടല്ലോ ട്രിപ്പ് പോണതിനെ പറ്റി എങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെയും ഒന്ന് ആക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുവാണ് കേട്ടോ. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് വീഡിയോ ഇട്ടു. അത് നമ്മള് വേറെ എവിടെയും പുറത്തു പോകുന്നില്ല, വേറെ ആരുമായിട്ട് ഒരു സമ്പർക്കം അങ്ങനത്തെ കാര്യം ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പനി പിടിച്ചു. നമുക്ക് മുട്ട വെച്ചാണോ കുഞ്ഞ മുട്ട മൂക്കടഞ്ഞിട്ട് അയ്യോടാ മൂക്ക് പറയാൻ പറ്റുന്നില്ല. മൂക്കടഞ്ഞതാട്ടോ അങ്ങനെ തോന്നുന്നേ. മൂക്കടഞ്ഞിരിക്കട്ടോ. എന്റെ പൊന്നേ, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വാ തുറന്ന് ഇറങ്ങിയിട്ട് എന്റെ പല്ല് പൊന്തോന്ന് എനിക്ക് പേടി. നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി. ട്രിപ്പ് പോവാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് പൈസ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് സ്വരുക്കൂട്ടി വെക്കൂലേ. അങ്ങനെ ആക്കി വെക്കുമ്പോഴേക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നതാണ് നമുക്ക് നടക്കാതെ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ വണ്ടി അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ തന്നെ എന്താ ചെയ്യാന്നൊന്നും അറിയത്തില്ല. ഹോസ്പിറ്റൽ കേസ് ഇല്ലേ തന്നെ അല്ലേ? ഹോസ്പിറ്റൽ കേസ് എന്താണെന്ന് വെച്ചിട്ട് അങ്ങനെ വരുന്നത് അല്ലേ? ശരിക്കും മുട്ട തന്നെയാണോ? മുട്ടയും കൂടെ അത്ര നല്ലടാ. നമ്മുടെ സമയത്തിന്റെ ആയിരിക്കും, പറയാൻ പറ്റില്ല കുഞ്ഞാ. എന്താടാ ആരും മുട്ട വെക്കാറ്? നമ്മളോട് ആരും എടുത്ത് എനിക്കോ എനിക്ക് വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളു. എനിക്ക് കൊച്ചിനൊന്നും വരാണ്ടിരുന്നത്. കൊച്ചിന് വരുമ്പോഴാ സഹിക്കാൻ പറ്റാത്ത കേട്ടോ. ഒന്നാമത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കൊച്ചിന്. അവള് ഇങ്ങനെ എന്തൊക്കെയോ അയ്യോടാ പാവം. ഇന്നലെ മൂളി ഉണ്ടല്ലോ എന്റെ തമ്മാൻകുട്ടി. കൈയൊക്കെ പൊള്ളു കേട്ടോ. ഭയങ്കര ചൂടുണ്ട് ഇപ്പോഴും. നനച്ച് തുണി നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം തലയിൽ അധികം ചൂട് കൂടുന്നതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി കൂടുമ്പോൾ തുണി നനച്ച് തലയിൽ ഇട്ട് കൊടുക്കണമെന്ന്. പിന്നെ കുളിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തല നനച്ച്. അപ്പോൾ നമ്മൾ കുളിപ്പിക്കുന്നൊന്നും ഉണ്ടായിരുന്നു. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ മുക്കി നല്ലോണം തുടച്ചു കൊടുക്കും കേട്ടോ. കാരണം ഭയങ്കര ചൂട്, നമുക്ക് അടുത്തിരിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ചൂട്. മരുന്നാണേലും അവൾക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഛർദി കേട്ടോ. രാവിലെ തന്നെ കുറെ ഛർദിച്ചു. മമ്മി എടുത്തോണ്ട് പോയപ്പോഴത്തേക്കും. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞേ ആ മരുന്ന് വെച്ചിട്ട് കുറവില്ലെങ്കിൽ ഇന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് പോയിട്ട് മിക്കവാറും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുമായിരിക്കും. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ കരയൂലേ കുഞ്ഞു പെണ്ണ്? എനിക്ക് ഇത്ര
ഇത്രയും കലിയുള്ള ഒരു സംഭവം വേറെ ഇല്ല കേട്ടോ. ജലദോഷം വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യല്ലേ സംഭവം സംഭവിക്കുന്നേട്ടോ. എല്ലാവർക്കും അങ്ങനെയാ. അയ്യോ എനിക്കങ്ങനെ വന്നോണ്ടല്ലോ, എനിക്ക് പറ്റില്ല. പിന്നെ എനിക്ക് കലിയ തന്നെ കട്ടിലിട്ടൊക്കെ ഇടിക്കുന്നുണ്ടാവും, തലാടയൊക്കെ കടിച്ചിട്ട്. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എവിടേക്ക് പോയിട്ടാണ് വരുന്നത്, നിങ്ങളുടെ വീട്ടിൽ അണുക്കളുണ്ടാവുന്നൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ല. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് വേഗം കുളിച്ച് വേഗം വൃത്തിയായിട്ട് വീട്ടിൽ കയറാം. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ സമ്മർക്കം മൂലം ബസ്സിൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലൊക്കെ കയറിയിട്ടൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, നടുത്തുകൂടെ പോയാൽ മതി വേഗം കയറി പിടിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വീട്ടിലേക്ക് വരുന്നത് ഒഴിവാക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, തുറന്നു വയ്യാതെങ്കിലും പറയാം. ഇവരെങ്ങനെ പറയും എന്ന് പറഞ്ഞോ. സ്കൈ ഇതുവരെ ഇങ്ങനെ തളർന്നു പോയിട്ടില്ല കേട്ടോ. ഇത്രയും ഭയങ്കര ക്ഷീണമായി പോയില്ലടോ. ഞാൻ കേൾക്കുന്നേയില്ല അങ്ങനെ പനിയിട്ട്. ഇന്ന് മിക്കവാറും ബ്ലഡ് എടുക്കും. അല്ല പിന്നെ എന്നെ പിന്നെ ഒരു ദിവസം കാണിക്കാം. എന്നെ എനിക്ക് പൈസ ഉണ്ടടാ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, നീ കൊച്ചിനെ മാത്രം എടുത്തിട്ട് പോയാൽ മതി. എൻ്റെ ദൈവമേ, കുഞ്ഞിപ്പണ് നല്ല ഉറക്കത്തിലാട്ടോ. നല്ല പനിയായിട്ടുണ്ട്. പൊന്നൂനും തീരെ വയ്യ. മേലുവേനയാ? ഇറങ്ങി ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കേട്ടോ, ഫുള്ള് ഫില്ലായിരിക്കും. അപ്പോൾ വണ്ടി നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് അപ്പുറം പാർക്ക് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ പോവാണ് കേട്ടോ. ഇതാണ് പാർക്കിംഗ്. ഇത് വലിയൊരു കയറ്റാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്ര മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വലിയൊരു മുതുക്ക് കയറ്റാട്ടോ. വണ്ടി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. പൊന്നുവിനെ കുഞ്ഞിപ്പെടിനെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പൊന്നു ചീട്ടെടുത്ത് കഴിയുമ്പോഴേക്കും അവിടെ എത്തും. ഇത് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു കേട്ടോ. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തു. കുഞ്ഞിപ്പെണ്ണിനെ ആണ്ടെ ഇവിടെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. ബ്ലഡ് കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് 2 കൈയിലും അപ്പുറം ഇപ്പുറം കുത്തിയിട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെയുള്ള എല്ലാ നേഴ്സുമാരും ഓടിക്കൂടി. ഭയങ്കര നല്ല നേഴ്സുമാർ കേട്ടോ. വിനായക് ഹോസ്പിറ്റലില് നല്ല നല്ല നേഴ്സുമാരാട്ടോ. എന്റെ ദൈവമേ, കംഫർട്ട് ആക്കിയിട്ടാണ് പിന്നെ ഒരു ചാടയില്ല അടി. ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ പൊന്നെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഡെങ്കിപ്പനി ആണോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പൊന്നൂനും കുഞ്ഞിപ്പണി 2 പേർക്കും ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പേരുടെ ബ്ലഡ് എടുത്തു. പൊന്നൂനുള്ള ബ്ലഡ് എടുത്തു. ആ ഡോക്ടർ ചോദിച്ചായിരുന്നു അഡ്മിറ്റ് ആക്കണമെന്ന്. അപ്പം അഡ്മിറ്റ് ആക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും മരുന്ന് കഴിച്ച് മാറുമെന്ന് മാക്സിമം നോക്കിയിട്ട് അല്ലപ്പാ വീട്ടിൽ പോകണ്ടേ അല്ലേ. അപ്പോൾ 2 പേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഷേക്ക് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, തണുപ്പില്ലാത്ത ജ്യൂസ് ഉണ്ട്, ക്രീം ബന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞിപ്പണി ഇഷ്ടമുള്ള സാധനമായിട്ട് ഇങ്ങനത്തെ ബന്നൊക്കെ. അപ്പോൾ അതൊക്കെ അയ്യോ എനിക്ക് കഴിച്ചില്ലായിരുന്നു. ചക്കിന് കുറ്റി ചിരിക്കുവാണോ? എന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടിച്ചത് അതാണ് കേട്ടോ. അവൾക്ക് വിഷമായിട്ടാണ് അവള് പറിച്ചു കളഞ്ഞത്. എനിക്കാണെങ്കിലും ബ്ലഡ് എടുക്കാൻ നേരത്തെ കുത്തിയിട്ട് ഏറെ മാത്രമേ വരുന്നുള്ളൂ തിരിച്ചിട്ട്. ഒരാൾ ഷേക്ക് കുടിക്കുന്നുണ്ടോ കേട്ടോ. എന്തൊക്കെ കാണിക്കുന്ന പറയാ ഷേക്ക് കണ്ടിട്ട് സന്തോഷമായിട്ട്. എന്റെ ദൈവമേ, ഓ ഷാർജ ഷേക്ക് കേട്ടോ. പെണ്ണിനാണ് ഷേക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അതുകൊണ്ടാണ് ഷേക്ക് വാങ്ങിയത്. അതാണ് കഴിച്ചോളും. പിന്നെ ബ്ലഡ് എടുത്തുകൊണ്ടാണ് എന്തെങ്കിലും വയറ്റി കിടക്കണ്ടേ. ഓ ഓ അങ്ങനെ കൊറേ നേരം നമ്മൾ ഷേക്ക് തുറന്നു വെച്ചിട്ടതാണ്ട് ഇവിടെ കാണുന്ന വെയിലുണ്ടോ, ഇവിടെ തുറന്നു വെച്ചു. എന്നിട്ട് അവിടെ കൊടുത്തേ കുറച്ച് കഴിച്ചു നോക്കി. ആ ബന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ്ട് കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ പൊന്നൂന് വീണ്ടും എന്താണ് കുറച്ച് ക്ഷീണമൊക്കെയാണ് കേട്ടോ. സെറ്റായി വന്നിട്ടില്ല. പൊന്നൂന് ശബ്ദമൊക്കെ മൊത്തം അടഞ്ഞിരിക്കുക. നമ്മളെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് നമുക്ക് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ചെയിനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഹെൽത്താണ്
മെയിൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെയും കുഞ്ഞുവിൻ്റെയും ഹെൽപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടിയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉള്ള ഗോൾഡൂടെ കൊടുക്കും കേട്ടോ. കൊടുത്തിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ബില്ലും പേ ചെയ്യണം. ഇനിയിപ്പം മെഡിസിൻ മേടിക്കണമെങ്കിലും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇല്ലടാ ഇല്ലടാ എൻ്റെ ടീം എന്തിനാ കരയാനേ? ആ ഇല്ല, ഇത് അപ്പിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ വണ്ടിയല്ല അല്ലേ? അല്ല, ഗോൾഡ് കൊടുത്തു നമ്മുടെ വണ്ടിയിലായിരുന്നില്ല ആ ഗോൾഡിന്റെ കവർ ഉണ്ടായിരുന്നു. ഗോൾഡ് കൊടുക്കുന്നതിന്റെ നമുക്ക് വേറെ വാങ്ങാട്ടോ. പൈസ വാങ്ങാട്ടോ. പാടാന്ന് അവളുടെ മറ്റേ കുഞ്ഞിതുണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഇനി കരിമണിൻ്റെത്. അതിടാ. അപ്പൊ ഇനി ലാസ്റ്റത്തെ തരിയാണിത്. അമ്മ ആഗ്രഹിച്ച് മേടിച്ച സാധനം ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത്. പാകല്ല, നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് ഉഷാറാൻ വേണ്ടി നമുക്ക് അപ്പൊ മേടിച്ചു തരൂ കേട്ടോ. അമ്മ മേടിച്ചു തരൂ. ഗോൾഡിലൊന്നും ഒന്നും ഇല്ലടാ, ഇപ്പൊ വെച്ചിട്ട് വാ. ആവശ്യമല്ലേ നടക്കണ്ടേ? ഓ അപ്പൊ പോയിട്ട് വരാട്ടോ. മേടിച്ചു തരൂ കേട്ടോ. അപ്പൊ പോയിട്ട് കൊടുത്തിട്ട് വരാട്ടോ. വലുത് നമ്മുടെ ഈ ഹോസ്പിറ്റൽ കേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് വലുത്. ഞാൻ പോയി കൊടുത്തിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ മലബാറിൻ്റെ ഒരു ജ്വല്ലറി ഉണ്ട്. ജ്വല്ലറി പോയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഈ ഗോൾഡ് കൂടെ കൊടുത്തിട്ട് വരാം. കാര്യം വിഷമമില്ലെന്ന് ചോദിച്ചാൽ നല്ല വിഷമമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെ വിഷമവും സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നടക്കേണ്ട കാര്യം നടക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാര്യം നടക്കട്ടെ. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് ശരിയാകത്തില്ല. അപ്പോൾ ആദ്യം ഇതങ്ങ് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ ട്രിപ്പ് പോകാൻ പറ്റുമോ ഇല്ലയോ ഒന്നും ബാക്കി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഹെൽത്തൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മലബാർ ഗോൾഡിലെത്തി നമ്മുടെ ചെയിൻ കൊടുത്തു കേട്ടോ. ചെയിൻ അവർ ഉരുക്കിയിട്ട് താണ്ട് ഈ പരുവത്തിലാക്കി കേട്ടോ ഗോൾഡ്. കാര്യം നല്ല വിഷമമുണ്ട് കേട്ടോ, പക്ഷേ വേറെ വഴിയൊന്നുമില്ല. നമുക്കെന്തായാലും ഏതൊരു കാലത്ത് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ എല്ലാവർക്കും വരുമല്ലോ. അതൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിപ്പെണ്ണിന് ഗോൾഡൊക്കെ തിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പൊന്നുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ബ്ലഡിൻ്റെയും. അങ്ങനെ കൂട്ടുകാരെ ഡെങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഡെങ്കിപ്പനിയാണോ അല്ലേ എന്നുള്ളതിൻ്റെ വണ്ടീനുള്ളിൽ കയറിയിട്ട് പറയാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാട്ടോ. നമുക്ക് നല്ല ഉറക്കത്തിലാണോ മക്കള്? റിസൾട്ട് വന്നല്ലോ, എടുത്തു നോക്ക്. അങ്ങനെ റിസൾട്ട് ഇതാണ്. ഡെങ്കിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണ് കൂട്ടുകാരെ. 2 പേരുടെ നെഗറ്റീവാണ് ഡെങ്കിൻ്റെ റിസൾട്ട്. പിന്നെ ബാക്കി റിസൾട്ട്സ് ബ്ലഡ് ടെസ്റ്റിൻ്റെ ആണ് കേട്ടോ. ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇപ്പോൾ പോയിട്ട് നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കണേ. ഇനി നമുക്കിനി പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെ. നമുക്കിനി വീട്ടിൽ മരുന്നൊക്കെ വാങ്ങി ഡോക്ടർ പറയുന്നത് എന്താ നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. ഇനിയിപ്പോൾ അഡ്മിറ്റ് ആവണോ വേണ്ടെന്നൊക്കെ ഡോക്ടർ പറയും, എന്താണെന്ന് അറിയത്തില്ല. കുഞ്ഞുവിനും തീരെ വയ്യാണ്ടായി കേട്ടോ. 2 പേർക്ക് നല്ല ക്ഷീണമായി, നല്ല തലവേദന അല്ലേ? തലവേദനയും മാത്രമല്ല എല്ലിനൊക്കെ ഷോൾഡർ വേദനയും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ അറിയാമോ, ഡെങ്കിപ്പനി ആണെന്ന് അതായത് നമ്മുടെ നെയ്ബേഴ്സിന് കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഡെങ്കിപ്പനി അല്ലാന്ന് അറിഞ്ഞുകൊണ്ട് ഭയങ്കര സമാധാനം ഉണ്ട് കേട്ടോ. പൊന്നൂരാണെ കാലുവേദനയാണ് കേട്ടോ. ഇപ്പോൾ ജോയിന്റ് പെയിൻ അല്ലേ? അപ്പോൾ ഈ പൊന്നു ജോയിന്റ് പെയിൻ ഉണ്ടോ? സങ്കടമായി പോയി നടക്കുന്നുണ്ടിട്ട്. ഇല്ലില്ല എൻ്റെ ദൈവം ഇല്ല കേട്ടോ. അമ്മക്കാലൊന്നുമില്ല, അവക്ക് വേഗം വിഷമാട്ടോ. ഇല്ലടാ പൊന്നെ. അയ്യോ എനിക്കാണ് കാല് വേനിച്ചിട്ട്. കാണാൻ പോവാ നമുക്ക്. മരുന്ന് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോവാൻ പറ്റും, ചോദിച്ചു നോക്കാലോ. പപ്പാനെ കാണാലോ. പപ്പാന്ന് പറയുന്നേ അമ്മയുടെ ടാക്കര് കുട്ടിയേ. ഡോക്ടറിനെ കണ്ടിട്ടോ. ഡോക്ടർ എന്താണ് ഡെങ്കിപ്പനിയിലാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കൗണ്ടൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. വൈറൽ ഫീവർ തന്നെയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒബ്സർവേഷനിൽ ഇരുത്തിയിട്ട് പനി കുറപ്പിച്ചിട്ടാണ് വിട്ടേക്കുന്നത്. മരുന്നൊക്കെ കൊടുത്ത് പെണ്ണിന്റെ മേല് മൊത്തം നനഞ്ഞ തുണിയും കൊണ്ട് വെറ്റ് വൈപ്സ് കൊണ്ട് നല്ലോണം തുടച്ചിട്ടോ. തുടച്ച് പിന്നെ മരുന്നും കൊടുത്തു. അവിടുന്ന് അങ്ങനെ ചൂട് കുറവുണ്ട് ഇപ്പൊ. മഴ കാരണം തുടങ്ങി. നെയ്മേ കണ്ണിന്റെ അടിയൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ അല്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കരഞ്ഞിന്ന്. മഴ ഓടിക്കോ. അങ്ങനെ നമ്മൾ
നമ്മള് അവിടുത്തെ പരിപാടിക്ക് രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ നമ്മൾ എസ്കേപ്പ് ആയിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട്. അപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണി ശരിക്കും ഒന്ന് കരച്ചില പറ്റിയേട്ടോ. നേരം കരച്ചിലായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഒരു ഡോക്ടറുടെ റൂമിലെ കേറുമ്പോഴത്തേക്കില്ലേ ഒറ്റ കരച്ചില് എടുത്തപ്പോഴേക്കും പെണ്ണിന് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ആയി പോയെന്ന് തോന്നുന്നു. പിന്നെ ഡോക്ടറെ കാണുമ്പോൾ ഭയങ്കര കരച്ചിൽ, നേഴ്സുമാരെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പൊ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മടുത്തല്ലടോ ഞാൻ മടുത്തോന്നോ? കുഞ്ഞിപ്പെണ്ണാണേലും കരച്ചില് കാരണം അതൊരു വിഷമമായി. മരുന്ന് അവിടുന്ന് ഡോക്ടർ നേഴ്സുമാര് കൊടുത്തിട്ടാട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. പനി കുറഞ്ഞിട്ടായിരുന്നു. ഒബ്സർവേഷനിൽ കുറച്ചു നേരം നിർത്തി, എന്നിട്ട് പനി കുറച്ചിട്ടാണ് വിട്ടത്. അവര് കുറച്ച് മരുന്ന് കൊടുത്തോണ്ട് സമാധാനമുണ്ട്, അതെങ്കിലും വയറ്റിലെത്തി. അപ്പൊ ഇനി കൂട്ടുകാരൻ നമ്മുടെ യാത്രേന്റെ കാര്യമൊക്കെ എന്താവും നമുക്ക് കണ്ടറിയാം. എന്താവും നമുക്കൊരു ഐഡിയ ഇല്ല ഇനി എങ്ങനെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ. കൊണ്ടുപോകണം തന്നെ ആഗ്രഹം. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ പനിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ്, കുഞ്ഞിപ്പെണ്ണ് മാത്രമല്ല പൊന്നുവിന്റെ പനിയും കൂടെ മാറിക്കഴിഞ്ഞിട്ടാണ്. എനിക്ക് മാറി. നിനക്ക് എവിടെ മാറി? എനിക്ക് മാറി. എന്റെ ഒച്ച അത് പെട്ടെന്ന് എനിക്ക് കൂടിയില്ലേ. എനിക്ക് കുറച്ചൊന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കില് സെറ്റ് ആവും. അപ്പൊ എന്തായാലും നമുക്ക് പൊന്നുവിന്റെ പനിയും കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ രാത്രി അങ്ങനെ ഉറങ്ങാണ്ട് അവളെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടേ, ആ പനി ഉള്ളപ്പം ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് പിന്നെയും കൂടുവല്ലേ ഉള്ളൂ. ബോഡിക്ക് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ കൂടുവല്ലേ. കുഞ്ഞിപ്പെണ്ണ് പിരിഞ്ഞ കരച്ചിലായിരുന്നു, അത് കാരണമാണെന്ന് തോന്നുന്നു കുഞ്ഞിപ്പെണ്ണിനും കൂടിയത്. എന്തായാലും കുഞ്ഞിപ്പെണ്ണിന് ഇപ്പൊ കുറവുണ്ട്. അപ്പൊ വാട്ട് നെക്സ്റ്റ് എന്നുള്ള സംഭവം നമുക്ക് എന്തായാലും നേരിട്ട് കണ്ടു തന്നെ അറിയാൻ കൂട്ടുകാരെ. ഇനി എന്താ നടക്കാൻ പോകുന്നൊന്നും അറിഞ്ഞുകൂടാ. കാര്യം പറഞ്ഞാല് ഇതാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് പൈസ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിട്ടുള്ള എല്ലാം സെറ്റായി ഐഡിയ നമ്മള് ഇനി എന്തായാലും പോകാന്നുള്ളത് പ്ലാനായി. വണ്ടിന്റെ ലാസ്റ്റ് പണിയാണ് ചെയ്യിക്കുന്നത്. അതെ, വണ്ടി ലാസ്റ്റ് പണിയാണ്. അതിനകത്ത് മീറ്റർ നമ്മുടെ എണ്ണ എത്ര അടിച്ചിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ് കാണിക്കുന്നില്ല. അപ്പൊ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഡീസലിന്റെ ടാങ്കൊക്കെ ഊരി വെച്ച് നോക്കുക കേട്ടോ പുറത്ത്. അതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ വണ്ടി കിടക്കുക. അപ്പൊ എന്തായാലും വണ്ടി ഇനി എങ്ങനെ തിരിച്ചെടുക്കും, വണ്ടി ഇനി പുറത്തിറക്കണം, അതിനൊക്കെ ആയിട്ട് അതൊക്കെ എന്താക്കുന്ന ഐഡിയ കേട്ടോ. ഫസ്റ്റ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും നമ്മുടെ പൊന്നും ഒന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അതെ, അതായത് നമ്മുടെ വണ്ടി എങ്ങനെയും ഒന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാനുള്ള കാര്യം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് വേണം ആലോചിക്കാൻ കേട്ടോ. എനിക്ക് അവിടുന്ന് ഡോക്ടർ ഒരു ഗുളിക തന്നു. ഡോക്ടർ ഒരു ഗുളിക പൊന്നിന് കൊടുത്തപ്പോഴേ പൊന്നിന് ഇപ്പൊ കുറവുണ്ട്. നാളെ കറക്റ്റ് അറിയാം കുറഞ്ഞു, രണ്ടുപേർക്കും കുറഞ്ഞോ ഇല്ലയോ. വൈറൽ പനി ആയിട്ടുണ്ടെങ്കിൽ അറിയാട്ടോ കൂട്ടുകാരെ. നമുക്ക് ഈ പേശികൾക്കും ഈ ജോയിന്റിനൊക്കെ ഭയങ്കര ഒരു കട്ട് കഴിക്കുന്ന വേദനയല്ലേ. അങ്ങനെ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കൊരു പൊറോട്ട മേടിച്ചു തന്നിട്ടുണ്ട്. വിഷമം. ഇവിടെ ഒരു അടിപൊളി പൊറോട്ട ഇടുന്ന സ്ഥലം കേട്ടോ, രാജൻ ചേട്ടന്റെ പൊറോട്ട. കിട്ടില്ല പൊറോട്ട കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കുറച്ച് പൊറോട്ടയും വാങ്ങിയിട്ട് വീട്ടിൽ പോവാം. ശരിക്കും രാജൻ ചേട്ടന്റെ പൊറോട്ട നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റുന്നായിരുന്നു അല്ലേ. അവിടെയായിരുന്നു മുന്നിലെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലായിരുന്നു അവര് കട ഉണ്ടാക്കിയത്. അവിടെയായിരുന്നു ചായക്കട. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് അവര്, ഇരളത്തേക്ക്. അപ്പൊ അവിടെ നിന്ന് വേണം നമുക്ക് നമ്മുടെ പൊറോട്ട വാങ്ങിട്ട് പോവാൻ കേട്ടോ. കിട്ടില്ല പൊറോട്ട കേട്ടോ, കിണ്ണം പൊറോട്ട. അതും വാങ്ങിട്ട് വീട്ടിൽ പോവാം. എല്ലാവർക്കും കൂട്ടി കഴിക്കാം. എല്ലാവരും സർപ്രൈസ് ആയിട്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ. പനി, കുഞ്ഞിപ്പെണ്ണിന് പനി, നിനക്ക് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പൊറോട്ടയും കൊണ്ടും എല്ലാവരും സന്തോഷമാവട്ടെ. സർപ്രൈസ് കൊടുക്കാം. മമ്മിയാണെ കൊറേ നാളെ പറയുന്നു കേട്ടോ രാജൻ ചേട്ടന് പൊറോട്ട കഴിക്കാൻ കൊതിയാവുന്നെന്ന്. ഏതായാലും വാങ്ങിട്ട് പോവാം. അതെ, നമ്മൾ നമ്മുടെ കാട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കുക കൂട്ടുകാരെ. ആനേനെ വല്ലതും കാണുന്നു. മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടോ മഴക്കാറ് കണ്ടോ? കാറുണ്ട്. പറത്തിട്ടൊരു കാട്ടിക്കൂടെ ഒരു ആനേനെ കണ്ടോ. ഇവിടുന്ന് നമ്മൾ ആനേനെ കണ്ടോ. ഇവിടേക്ക് ആന ഉണ്ടാവുന്ന സ്ഥലം കേട്ടോ. കേട്ടോ, ഈ സൈഡിലാണ് എപ്പോഴും ഉണ്ടാവല്. എപ്പോഴും ആന ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആനേനെ. അത് ഇവിടെയായിരുന്നു കേട്ടോ. കാണിച്ചിരുന്നത് ഈ 30 ഏരിയന്റെ തൊട്ടപ്പുറം. അതെ, ഇവിടെ ഈ വലിയ മരം കണ്ടോ. ഇവിടെയായിരുന്നു കേട്ടോ ആന ഉണ്ടായിരുന്നേ. പക്ഷെ അത് ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പനുണ്ടായിരുന്നില്ല. 2 അമ്മയും 2 മക്കളും 3 മക്കളും. അപ്പനില്ലാണ്ടപ്പോ എങ്ങനെയാ പിള്ളേരുണ്ടായ 2 അമ്മമാരോ? അല്ലടാ, അയൽവക്കത്തെ ചേച്ചിനെയും കൂട്ടി വന്നേയിരിക്കും. ചേച്ചിയൊന്നുമല്ല, അത് അപ്പനും അമ്മയും. കൊമ്പില്ലാത്തത് ആനയാണ്, പെണ്ണാണ്. പ്രായമായിട്ട് പൊഴിഞ്ഞു പോയതാണെങ്കിലോ? അങ്ങനെയൊന്നും പോകില്ലടാ. ഇതെന്താ ഇത്?
രണ്ട് അതിന് പാപ്പി ഉണ്ടായിരുന്നില്ലേ? അയ്യേ എടാ ഇക്ലിക്കൊന്നും ചാടരുത് കേട്ടോ. ഇവിടെ ഇക്ലിക്കുന്ന കൂട്ടുകാർ ഇത് നമ്മുടെ ബത്തേരി കാട്ടിക്കൂടെ പോകുമ്പോൾ ഇക്ലിക്കുന്ന കേട്ടോ. എന്തിനാ എന്നെ പൊക്കണേ? എനിക്ക് തന്നെ നടക്കാൻ അറിഞ്ഞൂടെ? ഇക്ലിക്കൊന്നും ചാടിക്കില്ലേ? ഇതാണ് കൂട്ടുകാരെ ഇക്ലിക്കുന്ന. കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ ഉറങ്ങുന്നോണ്ട് ഇക്ലിക്കൊന്നും ചാടിച്ചില്ല. അല്ലെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇഷ്ടമാ. അല്ലെ കുറച്ച് സ്പീഡ് വന്നിട്ട് അതിങ്ങനെ ചാടിയ ഇങ്ങനെ നമ്മുടെ ആകാശ ഊഞ്ഞാൽ നോക്കെ താഴെ ഇങ്ങനെ പോകുമ്പോ വയറിങ്ങനെ സാധനം കയറി പോകില്ലേ, അതുപോലത്തെ ഫീലിംഗ് ആട്ടോ. അവിടെ ഇങ്ങനെ ചാടുമ്പോ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുന്നതുകൊണ്ട് അങ്ങനെ ചാടിക്കത്തില്ല. പൊറോട്ട കട എത്തി. പൊറോട്ട കിട്ടാൻ ഞാൻ ഓടി വിട്ട് പറഞ്ഞില്ല. രണ്ടെണ്ണം പോലെ എനിക്ക് രണ്ടെണ്ണം അയച്ചേ. നിനക്ക് രണ്ടെണ്ണം. എല്ലാവർക്കും രണ്ടെണ്ണം. അപ്പൊ 8 പൊറോട്ട അല്ലേ? 8 ഒരു 9 പൊറോട്ട മേടിച്ചോ? കൊതി തന്നാലോ? ചിലപ്പോ രണ്ടെണ്ണം പിന്നെ വാങ്ങിട്ട് വരാം. പോയിട്ടോ. സ്കൈ ഉറങ്ങി കേട്ടോ. കണ്ണു ഉറങ്ങും നോക്കുമ്പോ സ്കൈ ഉറങ്ങിന്ന് പറഞ്ഞപ്പോ അപ്പൊ നമ്മുടെ പൊറോട്ട കേട്ടോ. 10 പൊറോട്ട ഉണ്ട് വീട്ടിൽ പോയിട്ട് തിന്നാന്. ഹാപ്പി ആയില്ലേ? എന്റെ അമ്പ് വാങ്ങണ നമ്മളെ വീട്ടിൽ എത്തിട്ടോ. അമ്മയ്ക്ക് വയ്യേ? അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അവിടെ വീട്ടിൽ എത്തി. കുഞ്ഞിപ്പണിന് ഇപ്പോഴാടെ ശരിയോ സമാധാനായേ. മമ്മീനെ നടപ്പളിക്കുന്നാടെ മാറി. എന്താ പപ്പയെ ചോദിച്ചോണ്ട് വരുന്നു? പപ്പ എന്തേ? പപ്പ എവിടെ? പപ്പയ്ക്ക് ഭയങ്കര ചുമയാ. ചുമയാണോ? എല്ലാവർക്കും പനിയാണോ? തൊണ്ടവേദന പപ്പയ്ക്ക് ആണോ? അപ്പൊ വൈറൽ ഫീവർ തന്നെയാ. അപ്പൊ കയ്യിൽ ഞാൻ അവിടെ നിന്ന് മാങ്ങ ഉറക്കിപ്പോ ഒരു മുള്ളു പയ്യെ കയറിയതാണ്ടോ. ഇതാണോ പയ്യെ കയറിയത്? പിന്നെ എന്നൊരു കരച്ചിലായെന്ന് പറയാ. 2 കൈയും കുത്തിയൊക്കെ ഇടുന്നു. ഇവിടെ എത്തിയപ്പോ പപ്പ 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 ഒരു സൂത്രം വാങ്ങിട്ടുണ്ട് മോളിക്കൂട്ടാ. സർപ്രൈസ്. മമ്മിക്ക് ഒരു സർപ്രൈസ്. എന്തായിരിക്കും മമ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനം? ഇന്നലെ ഞാൻ പറഞ്ഞു ഈ സമയത്ത് പറഞ്ഞത് കിട്ടിയായിരുന്നാലും നല്ല സൂപ്പർ ആയേനെ. എന്താ 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 പറ. ബീഫല്ല കാലോ രാജൻ ചേട്ടൻ പറയാൻ പോ. എന്ത് നല്ല പൊറോട്ടയാണോ രാജേട്ടൻ്റെ? അവിടെ കയറി പൊറോട്ട മേടിച്ചിട്ട് കഴിക്കാം. പറഞ്ഞേ രാജേട്ടൻ എന്നാ പറഞ്ഞേ? രാജേട്ടൻ പൊറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കും. രാജേട്ടൻ എന്താ പറയാ? അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഫസ്റ്റ് തന്നെ പൊറോട്ട കഴിക്കും കേട്ടോ. ആദ്യം നമ്മുടെ വിശപ്പ് തീർക്കട്ടെ. നമ്മുടെ കാര്യമൊക്കെ വർഗീസിന് വണ്ടി വിളിച്ച് കൊണ്ട് കൊടുക്കണം, ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അപ്പൊ വീട്ടിലെത്തിയ സന്തോഷമായിട്ട് പെണ്ണിന് എന്റെ പൊന്നൊന്ന് പറയണ്ട. എന്തൊക്കെയാ വണ്ടി കയറി പോയെന്ന്. അതാ പറയുന്നേ, അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നേ. അപ്പൊ നമ്മുടെ വണ്ടീന്റെ കാര്യം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ നിന്ന്. തിങ്കളാഴ്ചത്തേക്ക് നമ്മുടെ വണ്ടി സെറ്റാക്കി തരാന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് അപ്പത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാട്ടെ കൂട്ടുകാരെ. അപ്പൊ അത്ര വേണ്ടി മറ്റു നാളെ കാണാം. പേടിച്ചു പോയി നീ? പൊറോട്ട മൈൻഡ് ആയിപ്പോയില്ലേ?